ഇതാണ് രണ്ട് ഉപയോഗം എന്ന് പറയുന്നത്. ഇതിന്റെ അടിവാശം ഉപയോഗിച്ചിട്ടുണ്ട്, ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ ഇതാട്ടാ. ചെറിയ ബക്കറ്റിന്റെ അകത്താണ് കേട്ടോ അപ്പച്ചൻ വെച്ചിരിക്കുന്നത്. ഹായ്, വെൽക്കം ബാക്ക് ടു മാളൂസ് വ്ലോഗ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് ഇപ്പൊ തൃശ്ശൂരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മള് നമ്മുടെ ഒരു മലയാളം പ്രോഗ്രാമായിട്ട് ട്രിവാൻഡ്രം വന്നിരുന്നു. അവിടെ തിരിച്ച് തൃശ്ശൂരിലേക്ക് ഞാൻ ഇന്ന് എത്തി. തൃശ്ശൂര് നമ്മുടെ നടത്തറയിലോട്ട് പോകുന്ന വഴിക്കാണ് ഞങ്ങള് ഒല്ലൂര് വെച്ചിട്ട് ഒരു വീടിന്റെ മുകളില് സ്ഥലപരിമിതിയുള്ള ഒരു വീടാണ് എന്ന് നമുക്ക് പറയാം. കാരണം ഇത് സെന്ററിൽ നിൽക്കുന്ന ഒല്ലൂര് സെന്ററിൽ തന്നെ നിൽക്കുന്ന ഒരു വീടാണ്. മുകളിലായിട്ട് അപ്പച്ചൻ നട്ടിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകളാണ് ഇട്ടത്. അപ്പോൾ ഇത് നടാനായിട്ടുള്ള അപ്പച്ചന് എവിടെ കിട്ടി, ഇതിനെങ്ങനെ എന്തൊക്കെയാണ് അപ്പച്ചൻ അടിവളായിട്ട് ഡ്രമ്മുകളിൽ ഇട്ടിട്ടുള്ളത്, ഇത് വെക്കാനായിട്ട് എന്തൊക്കെ കഷ്ടപ്പാടാണ് അപ്പച്ചൻ സഹിച്ചത് എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. അപ്പൊ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ നമ്മുടെ ഈ അപ്പച്ചനാണ് നമ്മുടെ ഈ ഒരു കൃഷി തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പച്ചനെ സഹായിക്കാനായിട്ട് മക്കളുണ്ട്, അമ്മച്ചൊക്കെ ഉണ്ട്. ഇവര് ഇതിന്റെ ഈ ഒരു കൃഷിയുടെ ഒപ്പം തന്നെ കാറ്ററിംഗ് കൂടെ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ അപ്പച്ചന്റെ പേരെന്താ? വിൻസെന്റ് എന്നാണ് അപ്പച്ചന്റെ പേര്. ഒല്ലൂര് സെന്ററിൽ തന്നെയാണ് വീട്. അപ്പൊ അപ്പച്ചൻ ഇത് നടാനായിട്ട് നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകൾ എവിടെ മേടിച്ചത്? ആറ്റിങ്ങലിൽ നിന്നാണ് അപ്പച്ചൻ മേടിച്ചത്. മലപ്പുറം. അത് നമുക്ക് ഓൺലൈനിൽ തരുന്നുണ്ടോ? ഓൺലൈനില്. അപ്പൊ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആ ഒരു വീഡിയോന്റെ ക്ലിപ്പ് നമ്മൾ കാണിക്കുന്നതായിരിക്കും. പലതരത്തിലുള്ള എത്ര വെറൈറ്റി അപ്പച്ച അവിടെ ഉള്ളത്? ഇവിടെ നമ്മൾ അവിടെ പറഞ്ഞത് മലപ്പുറത്തുള്ളത് 70. ആറ്റിങ്ങലില് 70 വെറൈറ്റി, 70-80 വെറൈറ്റികൾ ഉള്ളിടത്ത് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ കിട്ടുന്നില്ല. അത് അപ്പൊ അപ്പച്ചത് എങ്ങനെ ബുക്ക് ചെയ്ത്? ഓൺലൈനിൽ മൊബൈലില് നമ്മൾ അപ്പച്ച വീഡിയോ കണ്ടിട്ട് ബുക്ക് ചെയ്ത് മേടിച്ചതാണ്. അപ്പൊ അവരുടെ നമ്പറും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോന്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ ചെടിയുടെയും ഇതാ ഈ ഡ്രമ്മൊക്കെ മേടിക്കാം. ഡ്രമ്മിനൊക്കെ എത്രയായി അപ്പച്ച? ഇപ്പൊ എത്ര വർഷമായി വെച്ചിട്ട്? 1.5 വർഷമായിട്ടുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ട് തൈയാണ് കേട്ടോ ഈ നിൽക്കുന്നത്. ഇതെല്ലാതും സെയിം ആണോ? എല്ലാതും 1.5 വർഷമാണ് വെച്ചിരിക്കുന്നത്. ഇത് ഡ്രമ്മിൽ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് എന്തൊക്കെ ഇട്ടിരിക്കുന്ന അപ്പച്ച? അടിപൊളിയായിട്ട് മാവിന്റെ ഇല, പിന്നെ ചകിരി, പിന്നെ അതിൽ ചാണം, പിന്നെ മണ്ണുണ്ടോ? ഇല്ലേ, മണ്ണുണ്ട്. പിന്നെ ചകിരിച്ചോറ്. പിന്നെ ഈ പൈപ്പ് വെച്ചിരിക്കുന്നത് അത് ഇങ്ങനെ വെച്ച് പൈപ്പ് വെച്ചതാ. ഓട്ട തുറച്ചിട്ടേ ഈ പൈപ്പിൽ പിടിത്തം കിട്ടാം. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മള് കനമുള്ള നല്ല കട്ടിയുള്ള ഒരു കോൺക്രീറ്റിന്റെ ഒരു എന്താ പറയാ നമ്മൾ റോഡ് വെച്ചതിന് ശേഷമാണ് നമ്മള് മുകളില് ഒരു ടയർ കെട്ടിയിട്ട് ടയറിനായിരുന്നു വളർത്തിയായിരുന്നു. നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ അവിടെ ഹൈദരാബാദ് വളർത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പത്തിന്റെ ഇതൊരു PVC പൈപ്പ് അല്ല അപ്പച്ച? PVC പൈപ്പാണ്. എത്ര ഇഞ്ച്? 4 ഇഞ്ച്. 4 അത് കഴിഞ്ഞ ഇത് അപ്പച്ചൻ തന്നെയല്ലേ ഇങ്ങനെ റെഡിയാക്കിയത്? അപ്പച്ചൻ തന്നെയല്ലേ? അപ്പച്ചൻ തന്നെയാണ് ഇത് റെഡിയാക്കിയിരിക്കുന്നത്. അതിനുശേഷം എന്താ ഒരു ടയർ നമ്മൾ വെച്ച് കൊടുത്ത് ഇതിന്റെ മുകളിൽ നിന്ന് നല്ല കണ്ണുള്ള നാടിന്റെ നല്ല പണി നമ്മള് അടിപൊളിയായിട്ട് സ്റ്റീൽ റോഡ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫാബ്രിക്കേഷൻ വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, അലുമിനിയത്തിന്റെ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഇവിടെ തൊട്ട് അവിടെ വരാം. ചെടിയാണോ? പൂച്ചെടിയാണോ? പൂവുണ്ടാവുന്ന ചെടിയാണല്ലേ? പിന്നെ അതുപോലെ ഇത് മുറി കൂടി കാണാത്തവർക്ക് വേണ്ടിയിട്ട് മുറി ഉണക്കി അല്ലേ? ആ, ഇത് ഇങ്ങനെ കയ്യിലിട്ട് തിരുമ്പിയിട്ട് അതിന്റെ നീരൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈമത്തൊക്കെ മുറിവ് പെട്ടെന്ന് കൂടും. വേറെ മരുന്നിന്റെ ആവശ്യമില്ല. പിന്നെ നല്ല കട്ട വേനൽക്കാലമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല ചൂട് തുടങ്ങിയ സമയമാണ് നമ്മുടെ നാട്ടില്. അതിന്റെ ഒരു ഇതൊക്കെ ഉണ്ട്. ഇവിടെ താഴെയും വെച്ചിട്ടുണ്ടല്ലേ? അപ്പൊ മണ്ണിലും വെച്ചിട്ടുണ്ട്.
കേട്ടോ. അതും ഒരു കടയുള്ളോ അത്, പക്ഷെ PVC റോഡും അല്ല കേട്ടോ. വീഴുന്നുള്ള നമ്മള് മണ്ണിൽ വെക്കുമ്പോ 4 തണ്ടെന്ന് ഞാൻ അടുത്തന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അപ്പച്ച ഇതിന് 4 തണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് 2 ഉപയോഗം എന്ന് പറയുന്നത്. ഇതിന്റെ അടിവശം ഉപയോഗിച്ചിട്ടുണ്ട്, ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ ഇതാട്ടാ. കാണാൻ പറ്റും. ഇത് മൂടിയുടെ ഒരു വശമാണ്. മുകൾ വശം എന്താ മുകളിൽ അവിടെ ഇരിക്കുന്നുണ്ട്, മൂടി വശം ഇരിക്കുന്നുണ്ട് മുകളില്. നമ്മുടെ കുഞ്ഞാവ ഇത് റെഡ് കളറിന്റെ ആണ് കേട്ടോ. റെഡിന്റെ ആണ് അവര് പേര് എഴുതി വെച്ചിട്ടുണ്ട്. കാണിച്ചിട്ട് നമ്മൾ പേര് എഴുതിയിട്ടുണ്ട്. ഇത് മധുരമില്ലാത്തന്ന് പറഞ്ഞപ്പോ, പക്ഷെ ഇതിനൊരു പ്രത്യേകത കൂടെ ഞാൻ കണ്ടുപിടിച്ചേ. ഇതിരിക്കുന്നത് എവിടെയാണെന്നൊന്നും വീഡിയോ കാണിച്ചു കൊടുക്കട്ടെ. എനിക്കിനി ഡ്രം മേടിക്കാൻ ഓടണമെന്ന് ചിന്തിക്കുന്നവർക്കും കൂടിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പച്ചന്റെ പരീക്ഷണങ്ങൾ. ഇതാ ഒരു ചെറിയ ബക്കറ്റിന്റെ അകത്താണ് കേട്ടോ അപ്പച്ചൻ വെച്ചിരിക്കുന്നത്. ഇതാ പിന്നെ കനുള്ള ഗണ്ടുമ്മയ്ക്കാണ് കയറ്റി പോകുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് മാത്രല്ല, നമ്മൾ ഏത് ചെടികളും നടുമ്പോ അതെ ഇത് അടുത്ത ചട്ടിയിൽ കേട്ടോ. ചെറിയ ചട്ടിയാണ് ഇതും. പൂച്ചെടികളാണ് അമ്മച്ചിക്ക് ഇഷ്ടല്ലേ. അമ്മച്ചി പൂച്ചെടികളുടെ ആളാണ്. മുകളിലൊന്നും വെച്ചിട്ടില്ലല്ലോ. അതിനുള്ളത് നിങ്ങൾക്ക് മുകളിലേക്കുള്ള ഭാഗം കാണുമ്പോൾ അറിയാം. ഒരു ടെറസിന്റെ മുകളിലാണ്. നമ്മുടെ ബേക്കറി ആണ് കേട്ടോ. ബേക്കറിയുടെ മുകളിലാണ് അപ്പച്ചൻ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ ഇപ്പൊ മേടിച്ചിട്ടുള്ള തൈകളുണ്ട്. അത് നമുക്ക് കാണാൻ കേട്ടോ. ഇത് ഏറ്റവും വേണ്ടത് എന്താ അപ്പച്ച? ഇത് നടുമ്പോ നമ്മൾ ഏറ്റവും വേണ്ടത് നടുന്ന സ്ഥലത്തില് ചകിരിച്ചോറ് നമ്മള് ഇതായിട്ട് അടിവളായിട്ട്, പിന്നെ പിന്നെ നമ്മുടെ ഈ പച്ചക്കറികളെ ചാണകം അത് നമ്മള് മുകളിലേക്ക് കാണാൻ പോവാണ്. മോളിത്തെ കാഴ്ചകളും കൂടെ നമുക്ക് കാണാൻ. ഇതിപ്പോ 1 മാസം മുമ്പ് ഓർഡർ കൊടുത്ത് മേടിച്ചതാണ് കേട്ടോ. അതേ ഓരോന്നിന്റെ പേരുകൾ നമ്മൾ തന്നെയുണ്ടേ. ഇവിടെ പാലോഫ, അവിടെ മുകളം കാണിച്ചാലാണ് അതിന്റെ. ഇത് അവര് അയച്ചതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടതിന് ശേഷം പൊടിക്കുന്നതാണ്. അതേ കണ്ടോ ചെറിയ മുകളം തന്നെയാണ്. ഒരു മാസമാണല്ലോ അല്ലേ? അത് ഞാൻ ഒന്ന് ചെടി തൈ വെച്ചേ ഈ കണ്ട വെച്ചിട്ടില്ല. ചേട്ടാ കംപ്ലീറ്റ് വീട്ടിലെ വേസ്റ്റ് നമ്മള് ഈ സിറ്റിയില് താമസിക്കുന്നവർക്ക് ഒരു തുണ്ട് വേസ്റ്റ് വരില്ല എന്നുള്ളതിന്റെ അടയാളമാണ് അപ്പച്ചന്റെ ഈ ഒരു കൃഷി. കംപ്ലീറ്റ് വേസ്റ്റ് ഇതിന്റെ ഉള്ളിലുണ്ട്. ചെടിക്കും വളം, നമ്മുടെ വീട്ടിലും വേസ്റ്റ് കൊണ്ട് നാറില്ലാന്ന്. ഇതിപ്പോ എത്ര നാളായി? ഇതിപ്പോ ഒരു ഇത് പൊളിച്ചു കഴിഞ്ഞ് ഇതിന് മുകളിൽ ഒട്ടി വയ്ക്കാൻ വിചാരിച്ചാ. അമ്മച്ചി പറയുന്നത് പൂച്ചെടികൾ വെച്ചാൽ കാണാൻ ഭംഗിയുണ്ടാവും. ഇത് വെച്ചിട്ട് വെറുതെ മനുഷ്യന് നടക്കാൻ പറ്റുന്നില്ല, കൈമ കുത്തി മുള്ളു കയറുന്ന എന്നുള്ള പരാതി അമ്മച്ചി പറഞ്ഞു. പക്ഷെ നമുക്ക് ഇമ്മ്യൂണിറ്റിക്ക് ഏറ്റവും നല്ല സാധനം നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നത് വിഷാംശം ഉണ്ടാവും ഉറപ്പായിട്ട്. ഒന്നുമില്ലാത്തത് അതിനുണ്ടായി തുടങ്ങുമ്പോൾ ഞങ്ങളെ വിളിക്കുക, ഞങ്ങളും വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും തരുന്നതായിരിക്കും. അപ്പൊ കുറെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശിന് കൊടുക്കണം കേട്ടോ. കാശ് കൊടുക്കണം ഫ്രീ ആയിട്ട് അത്. പിന്നെ എന്തുകൊണ്ടാ വെച്ചാൽ എനിക്ക് ഇവിടെ കട ചെയ്യുന്ന ആൾക്കാർ കൊടുക്കുന്നു. അത് മാത്രല്ല നമുക്ക് തണ്ടും തണ്ട് കൊടുക്കാൻ പറ്റും. അപ്പച്ചന് എന്തായാലും ഇപ്പൊ അല്ലെങ്കിലും 1 വർഷം കൂടെ കഴിയുമ്പോ അടുത്ത വർഷം ഞാൻ ഈ സമയത്ത് കൂടെ വരുമ്പോ അപ്പച്ചൂടെ വിൽപ്പന തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. ഈ തണ്ട് എത്ര കൊടുക്കാൻ കായ ഉണ്ടായതിനു ശേഷം അതുണ്ടായി ശേഷം കൊടുക്കുള്ളൂ, അല്ലാണ്ട് കൊടുക്കും.
കായ ഉണ്ടായി കഴിയുമ്പോൾ ഇതുപോലത്തെ വേര് വരുന്നില്ല. ആ വേരാണ് ഞങ്ങൾ മുറിക്കുന്നത്. നമ്മളവിടെ മുറിച്ച് മാറ്റി വെക്കുക ചെയ്തു. വേരടക്കം വരുന്നത് മുറിച്ച് മാറ്റി വെക്കുക പെട്ടെന്നുണ്ടാവും. ഇങ്ങനെ സൈഡിലൊക്കെ വരുമല്ലോ. അത് കായ ഉണ്ടാവും. പക്ഷെ അതിവിടെ കായ ഉണ്ടാവും. വന്നിട്ട് ഉണ്ടാകുമ്പോൾ കട്ട് ചെയ്തെടുക്കും. ഈ ഇത് ഇങ്ങനെ വണ്ണം കുറവ് വരാനുള്ള കാരണം എന്താ പറ്റാ? അത് വന്ന് വെയിലില്ല, മറ വന്നിട്ട് അല്ലേ? അവിടെ നിൽക്കുന്നതിനൊന്നും അങ്ങനെ പ്രശ്നമില്ല. അവിടെ നല്ല വെയില. ഇവിടെ നമുക്ക് ഷെഡ് കെട്ടിയതിന്റെ മറ വരുന്നതുകൊണ്ട് ഈ ഒരു ഏരിയയില് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കരമായിട്ട് വണ്ണം കുറവ്. അങ്ങോട്ട് പോകുന്ന വെയിൽ കൊള്ളുന്നതിന് നല്ല വളം വരും. അപ്പോ ഡ്രാഗൺ കൃഷിയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആറ്റിങ്ങിലുള്ള ഒരു ചേട്ടന്റെ നമ്പറും അവിടുത്തെ ചെറിയൊരു വീഡിയോയുടെ ക്ലിപ്പിങ്ങും ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ അപ്പച്ചന്റെ നമ്പർ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പച്ചനെ വിളിക്കാം. പിന്നെ എന്തെങ്കിലും നമുക്ക് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ അടിയിലേക്ക് കൊടുക്കുന്ന നമ്പറിലോട്ട് നമുക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെയുള്ള കഷ്ണങ്ങൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്തൊക്കെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഞാൻ ആദ്യം കൊടുത്തിരുന്ന നമ്പറിലോട്ട് വിളിച്ചിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ. അപ്പോൾ അപ്പച്ചൻ ആദ്യം തന്നെ നന്ദി. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ അപ്പച്ചനായിട്ട് ബന്ധപ്പെട്ടോളൂ. നമ്മുടെ ഒല്ലൂരിലുള്ളവരാണ്. ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ.